ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ്. ഇതിൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് ചെമ്മീൻ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. ചെമ്മീൻ കറി വെക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ ചെമ്മീൻ്റെ തലയൊന്ന് റിമൂവ് ചെയ്യണം. അതിനുശേഷം തലയുടെ അടുത്തായിട്ടുള്ള അതിൻ്റെ തോട് ഒന്നോ രണ്ടോ എണ്ണം ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇതിന് കത്തിയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ തോട് റിമൂവ് ചെയ്ത ആ ഫ്ലഷിലൊന്ന് പിടിച്ചതിന് ശേഷം ഇതുപോലെ വാലിൽ പിടിച്ചിട്ട് പതിയെ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാൽഭാഗത്തുള്ളതും ഇതുപോലെ റിമൂവ് ആയി കിട്ടും. ഇപ്പം നമ്മൾ ഈ ചെമ്മീൻ്റെ തോട് മുഴുവനും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോഴേക്കും അങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോഴേക്കും അതിനുള്ളിൽ ഒരു കറുത്ത നൂല് പോലെ കാണും. അപ്പോൾ അതാണ് ഇതിൻ്റെ അഴുക്ക്, ഇതാണ് നമ്മൾ റിമൂവ് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ അതിങ്ങനെ കത്തി കൊണ്ടിട്ട് വരഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ കൈകൊണ്ട് വലിച്ചെടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ടും റിമൂവ് ചെയ്ത് കളയണം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പൊട്ടി അതിനുള്ളിലൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടി പോകാതെ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. നമ്മൾ തലയൊക്കെ കളയുമ്പോഴത്തേക്കിനും ചിലപ്പോൾ അവിടെ ചെറിയൊരു നൂല് പോലെ കാണാം. അത് വലിച്ചു കഴിഞ്ഞാൽ പകുതിയായിട്ട് പൊട്ടിപ്പോവും, അതിൻ്റെ ബാക്കി ഇതിനുള്ളിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഫുള്ള് കളയാതെ കഴിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഇതുപോലെ മുഴുവനും എടുത്ത് കളഞ്ഞാൽ മതി. പിന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോഴേക്കും ചെമ്മീനൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടും. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കാറ്. അപ്പോൾ ഞാൻ ഈ ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 kg ചെമ്മീനുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. 3 പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഒരു 4 കഷ്ണം വെളുത്തുള്ളി നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ 3 സവോളയും കൂടി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസിലുള്ള സവോളയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുടംപുളിയാണ്. ഞാനിപ്പോൾ ഒരു 3 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം വെള്ളത്തിലിട്ട് വെക്കാൻ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ചെമ്മീൻ കറി വെക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം സൈസിലുള്ള 3 സവാളയാണ്. ഞാനിപ്പോൾ ഇതെല്ലാം ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ ഇനി ഇത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോഴേക്കും അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ വീണ്ടും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ദാ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കണം. ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം.
ഇപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ നമ്മളിത് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ചതിന് ശേഷം 1-2 തവണ മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വരണം, ഇതിൻ്റെ ചാറും ഒക്കെ ഒന്ന് വറ്റി വരണം. പിന്നെ ഒരുപാട് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചെമ്മീനൊക്കെ വെന്ത് കിട്ടും. ഒരുപാട് ടൈം ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ റബ്ബർ പോലെ ആയി പോകും. ഇപ്പം ഞാൻ ഇതൊന്നുകൂടി ഒന്ന് തുറന്നിട്ടുണ്ട്. ചെമ്മീനൊക്കെ വെന്തോന്ന് നോക്കണം, അതുപോലെ ചാറൊക്കെ കുറുകി വന്നൊന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഗ്രേവി കുറച്ചും കൂടി ഒന്ന് കുറുകി വരാനുണ്ട്. ഇതിപ്പോൾ നല്ല ചാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെമ്മീനൊക്കെ വെന്തോന്നും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഉപ്പും പുളിയൊക്കെ നോക്കണം. ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ കുറച്ചുകൂടി ഒന്ന് റെഡി ആവാനുണ്ട്. ഞാൻ അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് മതിയാവും, അപ്പോഴേക്കും ഇത് കുക്കായി കിട്ടും. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും മൂടി തുറന്നിട്ട് ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഇപ്പോൾ കുക്കായിട്ടുണ്ടാവും. നമുക്ക് അതൊന്ന് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ചാറ് കുറുകി വരാനുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മൂടി തുറന്ന് വെച്ചിട്ട് ചാറൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതാണ്, അതുകൊണ്ട് ചാറ് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇനി ഈ ചാറ് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ചാറൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മൂടി തുറന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ ചാറ് വറ്റിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കണം. ചാറ് നന്നായിട്ടൊന്ന് വറ്റിയതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് ചാറായി പോവും, പിന്നെ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിപ്പോൾ 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചാറ് നന്നായിട്ടൊന്ന് വറ്റിയതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് അധികം തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ തിള വന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചെമ്മീൻ വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരുപാട് ടൈം ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ റബ്ബർ പോലെ ആയി പോവും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ചെമ്മീൻ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളമാണെന്നുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ വറ്റി കുറുകി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചെമ്മീനൊക്കെ നമ്മൾ പാകത്തിനായിരുന്നു വേവിച്ചത്, ഒരുപാട് ടൈമൊന്നും ഇട്ട് കുക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെമ്മീനൊക്കെ നല്ല പാകത്തിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, റബ്ബർ പോലെയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. താങ്ക്